കുഞ്ഞിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് പോയ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ കസ്റ്റഡിയിലായി. എറണാകുളം നോർത്ത് പോലീസാണ് ദമ്പതികളെ കസ്റ്റഡിയിൽ എടുത്തത്. ഇരുവരെയും കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. റിയ ബേബിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. റിയ, കുഞ്ഞിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് പോയ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ കസ്റ്റഡിയിലായി എന്നതാണ് പുതിയ വാർത്ത. എന്തൊക്കെ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നുണ്ട്? രതീഷ്, അല്പസമയം മുമ്പാണ് ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയും നോർത്ത് പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. ആശുപത്രിയിൽ നൽകാൻ പണമില്ലാത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങളെ തങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് എന്നതാണ് രക്ഷിതാക്കൾ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. വലിയ ബില്ലുണ്ടായിരുന്നു. NICയിലായിരുന്നു ഈ കുഞ്ഞ്. മാസം തികയാതെ ഉണ്ടായ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രിയുടെ NICയിലായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത്. വലിയ തുക ചെലവായി വന്നു ചികിത്സയ്ക്ക്. അതുകൊണ്ട് തങ്ങൾ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു എന്നതാണ് അവർ വ്യക്തമാക്കിയത്. മാത്രമല്ല, കുഞ്ഞിനെ തങ്ങൾക്ക് ഒപ്പം വളർത്തണമെന്ന ആഗ്രഹമുണ്ട്. അത് പോലീസിനോട് ആവശ്യപ്പെടുമെന്നും അവർ പ്രതികരിച്ചിട്ടുണ്ട്. പോലീസ് ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയാണ്. ഇവർ നൽകിയ മൊഴി വസ്തുതാപരമാണോ, അങ്ങനെ കുഞ്ഞിനെ സുരക്ഷിതമായി വളർത്താനുള്ള സാഹചര്യം ഇവർക്കുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നു. നിലവിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഭാരതീയ നിയമസംഹിതയിലെ വകുപ്പുകൾ പ്രകാരവും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇവരുടെ മൊഴി കൂടി പരിശോധിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തിയാകും ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർ നീക്കങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തുണ്ടാവുക. എന്തായാലും ആരോഗ്യ വകുപ്പ് മന്ത്രി നിധി എന്ന് പേരിട്ട പെൺകുഞ്ഞ് ഇപ്പോൾ സുരക്ഷിതമായി CWCന്റെ കൈവശമാണുള്ളത്. അവരുടെ സംരക്ഷണത്തിലാണുള്ളത്. ഈ രക്ഷിതാക്കളുടെ സാമ്പത്തിക സ്ഥിതിയും രക്ഷിതാക്കളുടെ സാമൂഹ്യ സ്ഥിതിയും അവരുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ എന്നതൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും കുഞ്ഞിനെ കൈമാറുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഇപ്പോൾ പോലീസ് എടുത്ത കേസിന്മേലുള്ള നടപടികളാണ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി, കുഞ്ഞിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോയ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളാണ് കസ്റ്റഡിയിലായത്. എറണാകുളം നോർത്ത് പോലീസാണ് ദമ്പതികളെ കസ്റ്റഡിയിൽ എത്തിയത്. ഇരുവരെയും കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൂടി ഒന്ന് കാണാം. അവര് ട്രെയിനിൽ വരുന്നതായിട്ട് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് നമ്മുടെ മഫ്തിയിലുള്ള പോലീസ് സംഘം അവർ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തുടർന്ന് നിയമ നടപടികൾ പ്രോപ്പറായിട്ട് ചെയ്യും. നിലവിൽ നമ്മളൊരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിൽ അവർ നിലനിൽക്കുന്ന കുറ്റകൃത്യം എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കട്ടെ. അപ്പോൾ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ 95 BNS ഉണ്ട്, 75 JJ ആക്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം നിലനിൽക്കുന്നതാണോ എന്ന് കൂടി നോക്കാനുണ്ട്. അത് ഇവരിപ്പോൾ നമ്മൾ മെഡിക്കൽ നടത്തിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. खाने के लिए मेरे पास पैसा से नहीं था. हम बोले जा रहे हैं घर का के, इसलिए खाने के लिए पैसे नहीं रहेगा तो इधर क्या करें. थोड़ा बच्चा था, उसी से हम लोग टिकट निकाल के गाँव गए थे. बोला ठीक है सर, आके ले लीजिए. हाँ देखे. റിയ ബേബി തുടരുന്നുണ്ട്. റിയ, കഴിക്കാൻ ഭക്ഷണത്തിനുള്ള പൈസ പോലും ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഇനി തുടർ നടപടിയായി ഉണ്ടാകുക? ഇപ്പോൾ ഈ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇനി തുടർ നിയമ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? കുഞ്ഞിനെ വേണമെന്നൊരാവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുകയല്ലേ? അതെ രതീഷ്, ഇവര് കുഞ്ഞിനെ വേണം, തങ്ങൾക്കൊപ്പം കുഞ്ഞിനെ കൊണ്ടുപോകണം എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. 20 വയസ്സാണ് ആ കുഞ്ഞിന്റെ അമ്മയുടെ പ്രായം. ഇത് ഇവർക്ക് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് 28 ആഴ്ച കുഞ്ഞിന് പ്രായമുള്ളപ്പോഴാണ് പ്രസവം നടക്കുന്നത്. അതേ തുടർന്ന് NICയിൽ കുഞ്ഞിനെ പ്രവേശിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ തങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ കുഞ്ഞിന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത് എന്നതാണ് രക്ഷിതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളോടും പിന്നീട് നേരത്തെ അന്വേഷണ ഘട്ടത്തിൽ പോലീസിനോടും പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട്. കുഞ്ഞിനെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണോ, കുഞ്ഞിനെ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാണോ എന്ന കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തുകയാണ് ആദ്യ നടപടി. അതങ്ങനെയാണ് എന്ന് തെളിഞ്ഞാൽ, അതായത് പണമില്ലാത്തത് കൊണ്ട് ഉപേക്ഷിക്കേണ്ടി വന്നതാണ് എന്ന് കണ്ടെത്താനായാൽ ഒരു പക്ഷേ CWCയുമായി ചേർന്ന് ആലോചിച്ച് ഈ കേസ് അവസാനിപ്പിച്ച് കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കും. അതല്ല, ഇവർ മനഃപൂർവ്വം കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയതാണ്, പിന്നീട് കേസുമായി ബന്ധപ്പെട്ട് നടപടികൾ വന്നപ്പോൾ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നതാണ് എന്നത് കണ്ടാൽ പോലീസ് ഈ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. അതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. CWC ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അവർക്ക് സുരക്ഷിതമായി കുഞ്ഞിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ, വളർത്താൻ കഴിയുമോ എന്ന കാര്യം ജാർഖണ്ഡിലെ CWCയുമായി ഇവിടുത്തെ CWC പങ്കുവെക്കുന്നുണ്ട്. അത് ഉറപ്പാണ് എന്ന് കണ്ടെത്തിയാൽ, സുരക്ഷിതമായ അന്തരീക്ഷം കുഞ്ഞിനുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ രക്ഷിതാക്കൾക്ക് തന്നെ കൊടുത്തുവിടും. കാരണം ഒരു തവണ കുഞ്ഞിനെ ഉപേക്ഷിച്ചതുകൊണ്ട് അത് ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നതാണ് CWC ഉറപ്പാക്കുന്നത്. സുരക്ഷ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് അക്കാര്യത്തിൽ പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം മാത്രമേ കൈമാറുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. റിയയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.